2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി വലിയ രീതിയിലുള്ള നേട്ടം നിയമസഭാ അടിസ്ഥാനത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അതിൽ കേരളത്തിൽ തൃശ്ശൂരിൽ 6 നിയമസഭാ സെഗ്മെൻറ്റുകളിൽ ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലാ സെഗ്മെൻറ്റിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാമതായിരുന്നു NDA. ആറ്റിങ്ങലിലുള്ള 2 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് ആറ്റിങ്ങലിലും അതുപോലെ തന്നെ കാട്ടാക്കടയിലും ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് 3 നിയോജക മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുള്ളതിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞു. നേമത്ത് 23,000 വോട്ടിൻ്റെ ലീഡും വട്ടിയൂർക്കാവ് 8,500 വോട്ടിൻ്റെ ലീഡും കഴക്കൂട്ടത്ത് 10,850 വോട്ടിൻ്റെ ലീഡുമായി BJPക്ക് ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. കോൺഗ്രസ് 110 ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ BJPക്ക് 11 സീറ്റുകളിൽ ഒന്നാം സ്ഥാനം കിട്ടി. 19 സീറ്റുകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ്സിന് തിരിച്ചു വരേണ്ടത് അഭിമാനാർഹമായ വിഷയമാണ്. നിയമസഭയിൽ ഒരിക്കലും ലോക്സഭാ പാറ്റേൺ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഒത്തുപിടിച്ചാൽ നിയമസഭയിൽ 80-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയും. അഥവാ UDF സംവിധാനത്തിന് അതിനുള്ള കെൽപ്പുണ്ട്. UDF അക്ഷരം പ്രതി അതിന് എണ്ണയിട്ട യന്ത്രം പോലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കേണ്ടതായുണ്ട്. പ്രവർത്തകർ കൂടുതൽ സജീവമാകണം. എന്നാൽ മാത്രമേ അടിസ്ഥാനപരമായി വോട്ട് ചോർച്ച തടയാൻ കഴിയൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായൊരു പാറ്റേണാണ് 2020-ലും 2021-ലും സംഭവിച്ചത്. എന്നാൽ അത് ആവർത്തിച്ചുകൂടാ. 25-ലും 26-ലും നടക്കുന്ന അതാത് തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി കോൺഗ്രസ് തിരിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. UDF പ്രവർത്തകർക്ക് ആത്മവീര്യം പകരേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തന്നെ കടമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന മത്സരം തന്നെയാണ്. തുടർച്ചയായി 3ാമതും ഇടതുമുന്നണി അധികാരത്തിലേക്ക് എത്താതിരിക്കാൻ തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർ കൈമെയ് മറന്ന് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം ഒരിക്കലും ഒരു ഹാങ് ഓവറായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചുമലിൽ വീഴാൻ പാടില്ല. അങ്ങനെ വീണാൽ 2019-ൻ്റെ തനി ആവർത്തനം തന്നെ ഉണ്ടാകും. ഇത് വേറെ അത് വേറെ എന്ന രീതിയിൽ 2 തെരഞ്ഞെടുപ്പുകളെയും വ്യത്യസ്ത രീതിയിൽ കാണാൻ ഓരോ പ്രവർത്തകനും താല്പര്യപ്പെടണമെന്ന് KC വേണുഗോപാൽ അണികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.